നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ രണ്ട് കരങ്ങളെ സ്വർഗത്തോളം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ദിവ്യകാഠിന്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് ദിവ്യകാഠിന്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓരോ വ്യക്തികളിലേക്കും പരിശുദ്ധ കുർബാന ശക്തി അവിടെ വ്യാപരിക്കട്ടെ. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, തിന്മയുടെ കോട്ടകൾ തകരട്ടെ, വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കൂദാശയുടെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ കരം അവിടെ നീട്ടിപ്പിടിക്കണമേ. ദിവ്യകാഠിന്യത്തിലേക്ക് കരങ്ങൾ നീട്ടാ. ഇന്നോളം ദിവ്യകാഠിന്യത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയവർ, കണ്ണുകളെ ഉയർത്തിയവർ ആരും പരാജയപ്പെട്ടു പോയിട്ടില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചേ. വിളിച്ച മക്കളെ യേശുവേ. ആരാധന ആരാധന യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് ആരാധന ആരാധന യേശുവേ ആരാധന. കുഞ്ഞി പൈതങ്ങളോടൊപ്പം ആരാധിച്ച് യേശുവേ ആരാധന. വിദ്യാർത്ഥികളോടൊപ്പം ആരാധിച്ച് യേശുവേ ആരാധന. യുവജനങ്ങളോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. കുടുംബങ്ങളോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. സമർപ്പിതരോട് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. മാലാഖമാരോടൊപ്പം ആരാധിച്ച് യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധിച്ച് യേശുവേ ആരാധന. ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 32-ാം തിരുവചനം. മോശ അഹ്റോനോട് പറഞ്ഞു, നീ ഒരു പാത്രത്തിൽ ഒരു ഓമർ മഞ്ഞയെടുത്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുക. മോശ അഹ്റോനോട് പറയുക, നീ ഒരു പാത്രത്തിൽ ഒരു ഓമർ മഞ്ഞയെടുത്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. 2000 വർഷമായി നമ്മോട് കൂടെ വസിക്കുന്ന, തലമുറയായി കൈമാറിയിരിക്കുന്ന, നിത്യജീവൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന
ഈ ദിവ്യകാരണത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഇന്ന് നമ്മെ നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. പരിശുദ്ധ കുർബാന ജീവനുള്ള അപ്പമാണ്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാ. അപ്പം കഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ജീവൻ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാ. എന്നാൽ ഈശോ പറയുകയാണ്, നിനക്ക് നിത്യജീവൻ തരുന്ന അപ്പമാണ് പരിശുദ്ധ കുർബാന. നിന്നോട് കൂടെ വസിക്കുന്നതിന് വേണ്ടി നിന്റെ ഉള്ളിലേക്ക് അലിഞ്ഞു തേരുന്ന, നിന്നെ ഉള്ളിലേക്ക് അലിഞ്ഞു തേരുന്ന യേശുവാണ് ഞാൻ എന്ന്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ എനിക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവൻ സ്വീകരിക്കാൻ സാധിക്കണം, ശക്തി സ്വീകരിക്കാൻ സാധിക്കണം. മദർ തെരേസ അവളുടെ ജീവിതത്തിൽ എവിടെ നിന്ന് ഇത്രമാത്രം ശക്തി ലഭിച്ചേ? മദർ തെരേസ അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഓരോ ദിവസവും പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്ന് എൻ്റെ മഠത്തിലെ കൊച്ചു ചാപ്പലിലേക്ക് ഞാൻ വരും. ദിവ്യകാരണത്തിന് മുമ്പിൽ ഞാൻ പതിഞ്ഞിരിക്കും. ഈ ദിവ്യകാരണത്തിൽ നിന്ന് ഈശോയെ നീ എനിക്ക് ശക്തി തരണേ, ഈശോയെ നീ എനിക്ക് ശക്തി തരണേ, ഈശോയെ നീ എനിക്ക് ശക്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവ്യകാരണത്തിന് ഞാൻ ശക്തി സ്വീകരിക്കും. അതിനുശേഷം ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ഇറങ്ങിയ പാവപ്പെട്ട മനുഷ്യരിലേക്ക്, ആരാരുമില്ലാത്ത മനുഷ്യരിലേക്ക്, ആരാധനയിലേക്ക്, ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്ക്, രോഗികളിലേക്ക്, കുഷ്ഠരോഗികളിലേക്ക്, അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് യേശുവിന്റെ മുഖം കാണാൻ സാധിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നറിയോ? ഈ പരിശുദ്ധ കുർബാനയാ. ഈ പരിശുദ്ധ കുർബാനയാ എൻ്റെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രം. കുഷ്ഠരോഗികളെ കാണുമ്പോൾ അവരിൽ യേശുവിനെ കാണാൻ എനിക്ക് സാധിക്കുന്നതിന്റെ രഹസ്യം എന്താ? ഞാൻ ഓരോ ദിവസവും സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയാ. വീണ്ടും മദർ തെരേസ പറയുകയാണ്, വൈകുന്നേരമാകുമ്പോഴത്തേക്കും എൻ്റെ ശക്തിയെല്ലാം ചോർന്ന് പോയിട്ടുണ്ടാവും. വീണ്ടും ഞാൻ ശക്തി സംഭരിക്കുന്ന എവിടെ നിന്നാ? വീണ്ടും ഞാൻ ചാപ്പലിലേക്ക് വന്ന് ഈ ദിവ്യകാലത്തിൽ ശക്തി സംഭരിച്ച് ഞാൻ ഇറങ്ങിയ കിടക്കാൻ പോവുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, ശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തികൾ, ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തികൾ എവിടേക്കാണ് തിരിച്ചു വരേണ്ടത്? നിത്യജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാനയിലേക്കാണ് തിരിച്ചു വരേണ്ടത്. പരിശുദ്ധ കുർബാന ഒരു വസ്തുവല്ല മക്കളെ, അതൊരു വ്യക്തിയാ. പരിശുദ്ധ കുർബാന ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാ. നമുക്ക് കാണാൻ സാധിക്കും അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി ഒറ്റ നാമം മാത്രമേയുള്ളൂ, യേശുനാമം. ഈ യേശുനാമമാണ് പരിശുദ്ധ കുർബാന. ഈ ദിവ്യകാരണത്തിന് മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ഈ സമയമായിരിക്കുന്നത്. ഇന്ന് ഈ ടെലിവിഷൻ ചാനലിലൂടെ ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ ഈശോയെ നീ എനിക്ക് ശക്തിയായി, നീ എൻ്റെ ജീവിതത്തിന്റെ ജീവനായി എൻ്റെ ഉള്ളിലേക്ക് വരണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. കാരണം നമുക്കറിയാം ജീവനുള്ള വ്യക്തിയുടെ പ്രത്യേകത. എനിക്ക് ജീവനുണ്ടോ? നിങ്ങൾക്ക് ജീവനുണ്ടോ? നമ്മളൊക്കെ പറയും ജീവനുണ്ട്. അതിൻ്റെ കാരണം എന്താ? അച്ഛൻ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം, ഞങ്ങളുടെ ഹൃദയമിടിപ്പ് നടക്കുന്നുണ്ട്, അച്ഛൻ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നമ്മളൊക്കെ ജീവനുള്ളതിൻ്റെ അടയാളമായിട്ട് പറയുക. എന്നാൽ ഈ തിരുവോസ്തിയിലേക്ക് നോക്കിയിട്ട് എനിക്ക് വിശ്വാസത്തോടു കൂടെ പറയാൻ സാധിക്കണം, ഈ പരിശുദ്ധ കുർബാന ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാ, ഇത് ജീവനുള്ളതാ. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് പറഞ്ഞു തരികയാണ്, ഇതൊരു വസ്തുവല്ല, വ്യക്തിയാണ്. ഈ യേശുവുമായിട്ട് നമ്മൾ ഒട്ടി നിൽക്കണം, യേശുവുമായിട്ട് ചേർന്ന് നിൽക്കണം. എവിടെയെല്ലാം സമർപ്പിത ജീവിതങ്ങളായിക്കൊള്ളട്ടെ, കുടുംബ ജീവിതങ്ങളായിക്കൊള്ളട്ടെ, തകർന്നു പോയിരിക്കുന്ന യേശുവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോഴാ നീ പാപത്തിലേക്കും പാപ സാഹചര്യങ്ങളിലേക്കും വീണു പോയത് എപ്പോഴാ? ഒരുപക്ഷെ നീ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ദേവാലയ ശുശ്രൂഷകൾ തകർച്ച വന്നു പോയത് യേശുവുമായുള്ള ബന്ധം വിട്ടുപോയപ്പോഴല്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദിവ്യകാരണത്തിലേക്ക് തിരിച്ചു നടക്കണം. നീ പറയണം, ഈ പരിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് എൻ്റെ ജീവന്റെ ജീവന എൻ്റെ യേശു എന്ന്. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, പരിശുദ്ധ കുർബാന
നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൻ്റെ ശക്തിയാണ് എന്ന്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം പറഞ്ഞു തരുന്നു, ബന്ധിതർക്ക് മോചനവും പീഡിതർക്ക് ആശ്വാസവും കർത്താവിന് സ്വീകാര്യമായ വത്സല്യവും അവിടുന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അണയുമ്പോൾ കാറ്റിപ്പറക്കുന്ന ഒരു ഓസ്തിയ ഗോതമ്പ് അപ്പ എന്നാൽ ഓരോ വ്യക്തിയും തിരിച്ചറിഞ്ഞു, കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാനുള്ള ശക്തി പരിശുദ്ധ കുർബാനയ്ക്കുണ്ട്. കാറ്റിൽ പറക്കുന്ന ഒരു ഗോതമ്പപ്പം. എന്നാൽ ഈ ദിവ്യകാലത്തിന് മുമ്പിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാനുള്ള ശക്തി പരിശുദ്ധ കുർബാനയ്ക്കുണ്ട്. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഏതൊക്കെ മക്കളെ കണ്ണീരോട് കൂടെ വന്നിരിക്കുന്നത്, ആ മക്കളൊക്കെ ശക്തി പ്രാപിച്ചിട്ടല്ലേ അവിടെ നിന്ന് പോയിരിക്കുന്നത്. തിന്മയുടെ ശക്തികളായിക്കൊള്ളട്ടെ, അന്ധകാര ശക്തികളായിക്കൊള്ളട്ടെ, ഒരുപക്ഷേ ഇനി ജീവിതത്തിൽ ഒരു രക്ഷയില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവസ്ഥയായിക്കൊള്ളട്ടെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരായിക്കൊള്ളട്ടെ, രോഗങ്ങൾ വന്നു, കടബാധ്യത വന്നു, മക്കളുടെ ജീവിതമൊക്കെ തകർന്നു പോയിരിക്കുന്നു, ഒരു രക്ഷയില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ അടയേണ്ട സ്ഥലം മറ്റെവിടെയല്ല, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന്റെ മുമ്പിലാ. അത് പരിശുദ്ധ കുർബാനയാ. പരിശുദ്ധ കുർബാന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ്. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, പരിശുദ്ധ കുർബാന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. യോഹന്നാൻ ശ്രീ എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കാത്തവനോ നിത്യജീവനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കുക, എനിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതാണ് പരിശുദ്ധ കുർബാന. കോവിഡ് കാലഘട്ടത്തിൽ അനേകം മക്കളെ ഹൃദയത്തിന്റെ നൊമ്പരം നിലവിളി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കാൻ വേണ്ടി, ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു. അനേകം മക്കളെ ഹൃദയത്തിന്റെ നൊമ്പര. കാരണം ഇവർക്കറിയാം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ കിട്ടണോ, സ്വർഗത്തിൽ പോകണോ, പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുക. ഇതിനേക്കാൾ വലുതായി നമുക്കൊന്നും തരാൻ സ്വർഗത്തിലില്ല. അതുകൊണ്ടാണ് യേശു ഈ അപ്പത്തിന്റെ രൂപത്തിൽ എൻ്റെ ഉള്ളിലേക്ക് വരുന്നേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നേ. എൻ്റെ ജീവന്റെ ജീവനായി യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചു. നാലാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ അപ്പമുണ്ടല്ലോ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ലോകത്തിലെ അപ്പം മേടിക്കണമെങ്കിൽ പണം കൊടുക്കണം. എന്നാൽ ഈ അപ്പമായിക്കൊള്ളട്ടെ ഏത് കോണിലുള്ള വ്യക്തിക്കും സ്വന്തമാക്കാൻ സാധിക്കും. കാരണം ഇത് നമുക്ക് സൗജന്യമായി തരുന്നതാണ്. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വീണ്ടും കാണുക, യേശു മന്നയെക്കുറിച്ചും അവിടെ സംസാരിക്കുന്നു. ആ ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഈ ബാലൻ എന്താ ചെയ്തേ? ഈ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. കർത്താവ് കരങ്ങളെടുത്തു, വാഴ്ത്തി വിഭജിച്ചു, അനേകം പേർക്ക് ഈ അപ്പം സൗജന്യമായി കൊടുത്തു. ഇന്നും പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ എല്ലാ താരകളിലും നിനക്ക് സൗജന്യമായി ലഭിക്കുന്നതാ ഈ പരിശുദ്ധ കുർബാന. എന്നാൽ സൗജന്യമായി നിനക്ക് നൽകിയിട്ടും നീ സ്വീകരിക്കാതെ പോകുന്നുണ്ടെങ്കിൽ എത്രയോ ദൗർഭാഗ്യമാണ് നിന്റെ ജീവിതമെന്ന് നീ തിരിച്ചറിഞ്ഞു. പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ്. പരിശുദ്ധ കുർബാന അതൊരു വ്യക്തിയാണ്. പരിശുദ്ധ കുർബാന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. പരിശുദ്ധ കുർബാന നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഇതിനേക്കാൾ വലുതായി ഒന്നും നമുക്ക് തരാനില്ല എന്ന് ഈശോ നമ്മോട് പറയുക. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. നമുക്ക് നീ ദിവ്യകാരണത്തിന് മുമ്പിൽ മുട്ടുകൾ കുത്താം മക്കളെ. ഏറ്റവും വലിയ ശക്തിയായ യേശുവിൻ്റെ മുമ്പിൽ, ഏറ്റവും വലിയ ജീവന്റെ ജീവനായ യേശുവിൻ്റെ മുമ്പിൽ, എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വമായ യേശുവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം.
രണ്ട് കരകളെ തുറന്നു പിടിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളിലേക്ക് കൈമാറിയിരിക്കുന്ന ഈ നിത്യജീവന്റെ അപ്പം, ഈ അപ്പത്തിൽ ശക്തി സംഭരിച്ച വിശുദ്ധാത്മാക്കളെ പോലെ ഈ സമയം നിത്യജീവനാവുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. വിളിച്ചോ മക്കളെ, ഏതൊക്കെ മക്കളാണോ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, അവരിലേക്ക് എല്ലാം കർത്താവിന് ശക്തി ഒഴുകിയെങ്കിൽ ഇന്ന് നീ ഈ സമയം വിളിച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ ജീവിതത്തിന്റെ 100 പ്രശ്നങ്ങളില്ലേ, 100 പ്രശ്നങ്ങളിലേക്ക് കർത്താവ് വരുന്ന സമയമാ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ, ദൈവമേ, തിരുവോസ്തിയാ എന്നിൽ നീ അലിയണമേ. ദിവ്യകാരുണ്യമേ, തിരുഭോജ്യമാ എന്നിൽ നീ അണയണമേ. ദാഹത്തോടുകൂടെ വിളിച്ചേ. ദൈവമേ, തിരുവോസ്തിയാ എന്നിൽ നീ അലിയണമേ. ദിവ്യകാരുണ്യമേ, തിരുഭോജ്യമാ എന്നിൽ നീ അണയണമേ. രണ്ട് കരകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവ്യകാരണത്തിലേക്ക് കണ്ണുകൾ ഉയർത്താം. ഈ സമയം വിശുദ്ധ മാക്സിമിലിയൻ കോൾബ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാ: മാലാഖമാർക്ക് മനുഷ്യരോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാരണമേയുള്ളൂ, അത് പരിശുദ്ധ കുർബാന മാത്രമാണ്. ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ വേണ്ടി അപ്പമായി തീർന്നിരിക്കുന്ന യേശുവേ, ഈ ദിവ്യകാരണത്തിൽ ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് ആഗതനായിരിക്കുക. ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവേ, ഇന്ന് വിശ്വാസ ജീവിതം നഷ്ടപ്പെട്ട്, കൂദാശ ജീവിതം നഷ്ടപ്പെട്ട്, വിശുദ്ധ കുർബാനയിൽ അകന്നിരിക്കുന്ന സകല മക്കൾക്കും വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യജീവൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന, ഞങ്ങളുടെ ജീവിതത്തിന്റെ സർവസ്വമായ യേശുവിന്റെ ശക്തി തിരിച്ചറിയാൻ സാധിക്കാത്ത അനേകം മക്കളുണ്ടല്ലോ. വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യം വിശ്വസിക്കാൻ കഴിയാത്ത അനേകം ജീവിതങ്ങളുണ്ടല്ലോ. ആ ജീവിതങ്ങളെ എല്ലാം കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുക. ഈ മക്കളുടെ ഒക്കെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ കുർബാന ഒരു ശക്തിയായി തീരട്ടെ. പരിശുദ്ധ കുർബാന അവിടെ ജീവിതത്തിന്റെ സർവസ്വമായി തീരട്ടെ. പരിശുദ്ധ കുർബാന അവിടെ ജീവിതത്തിന്റെ നിത്യജീവനായി അവിടുന്ന് ഈ സമയം തന്നെ അവിടുന്ന് മാറട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ, ദൈവമേ, തിരുവോസ്തിയാ എന്നിൽ നീ അലിയണമേ. ദിവ്യകാരുണ്യമേ, തിരുഭോജ്യമാ എന്നിൽ നീ അണയണമേ. എല്ലാവരും ദൈവമേ, തിരുവോസ്തിയാ എന്നിൽ നീ അലിയണമേ. എന്റെ കർത്താവേ, ദിവ്യകാരുണ്യമേ, തിരുഭോജ്യമാ എന്നിൽ നീ അണയണമേ. വിശുദ്ധ മദർ തെരേസ ദിവ്യകാരണത്തിന്റെ ശക്തി സ്വീകരിച്ച ഒരമ്മയാ. പാപങ്ങളുടെ അമ്മയാ മദർ തെരേസ. മദർ തെരേസ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാ: ക്രൂശിത രൂപത്തിലേക്ക് നീ നോക്കുമ്പോൾ ഈശോ നിന്നെ അന്ന് എത്രമാത്രം സ്നേഹിച്ചുവെന്ന് നീ മനസ്സിലാക്കുന്നു. എന്നാൽ ദിവ്യകാരുണ്യത്തിലേക്ക് നീ കണ്ണുകൾ ഉയർത്തുമ്പോൾ ഈശോ ഇന്ന് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുന്നു. ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ ഇന്ന് യേശു നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നീ മനസ്സിലാക്കുന്നു. ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്തി ഈശോയുടെ സ്നേഹം മുഴുവൻ നീ ഒന്ന് അനുഭവിച്ച്. ആർക്കും തരാൻ സാധിക്കാത്ത സ്നേഹം, ആർക്കും തരാൻ സാധിക്കാത്ത സൗഖ്യം, ആർക്കും തരാൻ സാധിക്കാത്ത മാനസാന്തരം, ഒരുപക്ഷേ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ്. പാപത്തിന്റെ മ്ലേച്ഛതയിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം.
കർത്താവ് നിന്നെ കൈവിട്ടിട്ടില്ല. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. ഒരുപാട് പാപങ്ങൾ നീ ചെയ്തു പോയിട്ടുണ്ടാകാം. തഴക്ക ദോഷങ്ങൾ നിന്നെ വേട്ടയാടിയിട്ടുണ്ടാവാം. ദേവാലയ ശുശ്രൂഷയിൽ നീ വ്യാപൃതനായിട്ടുണ്ടെങ്കിലും പാപം, മ്ലേച്ഛത എല്ലാം നിന്നെ വേട്ടയാടുന്നുണ്ടാവാം. ദിവ്യകാരുണ്യത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിയേ. ഈശോ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നീ തിരിച്ചറിയുക. ഈശോയുടെ സ്നേഹം നീ അനുഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്നേഹവും നിന്നെ തകർത്ത് കളയില്ല. മറ്റൊരു സ്നേഹവും നിന്റെ ജീവിതത്തെ അവിടുന്ന് മ്ലേച്ഛതയിലേക്ക് നയിക്കുകയില്ല. ഈശോയുടെ സ്നേഹം നീ അനുഭവിച്ചുകൊണ്ട് രണ്ട് കരങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. അധരം തുറന്നൊന്ന് വിളിച്ചേ. ഹൃദയം തുറന്നൊന്ന് വിളിച്ചേ. വിളിച്ചുണരട്ടെ. യേശുവേ. ദൈവമേ തിരുവോസ്തിയ എന്നിൽ നീ അലിയണമേ. ദിവ്യകാരുണ്യമേ തിരുഭോജ്യമാ എന്നിൽ നീ അണയണമേ. എന്റെ കർത്താവേ. ദൈവമേ തിരുവോസ്തിയ എന്നിൽ നീ അലിയണമേ. ദിവ്യകാരുണ്യമേ തിരുഭോജ്യമാ എന്നിൽ നീ അണയണമേ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാ: ക്രൈസ്തവ ജീവിതം ജീവിക്കുവാനുള്ള ശക്തിയും മറ്റുള്ളവർക്കായി ജീവിതം പങ്കുവെക്കുവാനുള്ള അഭിനിവേശവും ലഭിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. ക്രൈസ്തവ ജീവിതം ജീവിക്കുവാനുള്ള ശക്തിയും മറ്റുള്ളവർക്ക് വേണ്ടി ഈ ജീവിതം പങ്കുവെക്കുവാനുള്ള അഭിനിവേശവും നിനക്ക് ലഭിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. മക്കളെ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ മക്കളൊന്നും പിന്നീട് പഴയ ജീവിതത്തിലേക്കല്ല പോയത്, ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്ന വ്യക്തികളൊക്കെ കർത്താവ് ആ ജീവിതങ്ങളെ അവിടുന്ന് ഉയർത്തിയിട്ടുണ്ട്. നിന്റെ കയ്യിൽ പരിമിതമായ ബുദ്ധി, പരിമിതമായ ആരോഗ്യം, പരിമിതമായ കഴിവുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ബാലന്റെ കയ്യിലാകെ 5 അപ്പവും 2 മീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിന്റെ പരിമിതമായ കഴിവ, പരിമിതമായ ബുദ്ധിയ, പരിമിതമായ ആരോഗ്യ. ആ ബാലൻ കർത്താവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തില്ലേ? കർത്താവ് അത് എടുത്തുയർത്തി, വാഴ്ത്തി, വിഭജിച്ചു അനേകം പേർക്ക് ആ ജീവിതത്തെ മുറിച്ചു കൊടുത്തില്ലേ? ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പങ്കുവെക്കുവാനുള്ള അഭിനിവേശം നിനക്ക് ലഭിക്കുക ദിവ്യകാരുണ്യത്തോട് ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ. ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അനുഭവിക്കാൻ, അതിൻ്റെ കൃപയൊഴുകാൻ നീ സമയം പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ ശക്തി നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒഴുകട്ടെ. ഈ സമയം തീരുമാനമെടുത്തു, എന്നും വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കും, ദിവ്യകാരുണ്യത്തോട് ചേർന്നുള്ളൊരു ജീവിതം നയിക്കും. എവിടെയെല്ലാം ആരാധനകൾ നടക്കുന്നുവോ അവിടെയെല്ലാം ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഞാൻ സമയം ചെലവഴിക്കും. പുത്തൻ തീരുമാനമെടുത്തേ. കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയമാ. കർത്താവ് അനുഗ്രഹിച്ച നാം അനുഗ്രഹിക്കപ്പെടും. കർത്താവ് തൊട്ടാൽ നാം സൗഖ്യം പ്രാപിക്കും. 2 കര ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് ശക്തി സംഭരിച്ച് വിളിച്ച മക്കളെ യേശുവേ. ദൈവമേ തിരുവോസ്തിയ എന്നിൽ നീ അലിയണമേ. ദിവ്യകാരുണ്യമേ തിരുഭോജ്യമാ എന്നിൽ നീ അണയണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദൈവമേ, തിരുവോസ്തിയാ എന്നിൽ നീ അലിയണമേ. ദിവ്യകാരുണ്യമേ, തിരുഭോജ്യമാ എന്നിൽ നീ അണയണമേ. ദൈവമേ, തിരുവോസ്തിയാ എന്നിൽ നീ അലിയണമേ. ദിവ്യകാരുണ്യമേ, തിരുഭോജ്യമാ എന്നിൽ